വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഇയറിംഗ് ചെയ്താൽ വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഐക്കുന്തനാണ് കേട്ടോ. ഇത് ഗ്ലാസ് കുന്തനാണ്, വളരെ സിമ്പിൾ. അതിൻ്റെ ഷേപ്പ് അയ്യെന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഐക്കുന്തൻ എന്ന് പറഞ്ഞത് കേട്ടോ. നമുക്ക് ആ ഷേപ്പ് നമ്മൾ അറിയാനാണ് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ വാക്സ് സ്ട്രിപ്പ് എടുത്തു. ആദ്യം നമുക്ക് ഇതിന് 2 പാർട്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് നമുക്ക് സ്റ്റഡും അടുത്തത് ഹാങ്ങിങ് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാനൊരു 6 കുന്തൻ സ്റ്റോൺസ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കൊടുക്കുക. നമുക്കിനി ഒരു ഫ്ലവർ നമ്മൾ വെക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ഷേപ്പ് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടില്ല. വെച്ചതിന് ശേഷം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഫ്ലവറിൻ്റെ ഷേപ്പ് ആ ഒരു പെറ്റൽസ് എല്ലാം ഇങ്ങനെ നമ്മളൊരു ഫ്ലവർ അല്ലേ എങ്ങനെ ഒരു വിടർന്നിരിക്കും അതുപോലെ. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പേസ്റ്റ് ചെയ്ത് മാത്രം കൊടുക്കുന്ന കാര്യമേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നോക്കിയേ, ഇതുപോലെ 6 കുന്തൻ വെച്ചിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ എല്ലാം അടിക്കുക. പെറ്റൽസ് എല്ലാം അടുത്തെടുത്ത് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് സെൻറ്ററിലേക്ക് എന്ത് പറയുക, ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒരു സ്റ്റോൺ കൊടുക്കുന്നു. സ്റ്റോൺ കൊടുക്കുമ്പോൾ കുറച്ച് എടുത്ത് നിന്ന്, ഇതിന് പകരം സ്റ്റോൺ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ ബീഡ്സ് ഉണ്ടെങ്കിൽ ഗോൾഡൻ ബീഡ്സ് എടുക്കാം. കുന്തൻ സ്റ്റോൺ, സിൽവർ കളർ കുന്തൻ സ്റ്റോണോ അല്ലെങ്കിൽ സെറാമിക് കുന്തനോ ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ കൊടുത്താൽ മതി. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള എന്ത് കൊടുത്താലും അവിടെ എന്ത് പറയും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓക്കെ, ഞാനൊരു സ്റ്റോൺ കൊടുത്തപ്പോൾ അത് കുറച്ചുകൂടെ ഇങ്ങനെ എലഗൻ്റ് ആയിട്ട് നിന്ന് കേട്ടോ. വളരെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതിലൊരു വെറുതെ ഒരു എന്താ പറയുക, ഒരു പേൾ കൊടുത്ത് ഇനി ഒരു ഹാങ്ങിങ് കൊടുത്താൽ മാത്രം മതി. ഇനി അടുത്ത് സെക്കൻഡ് പാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ ഫ്ലവർ ചെയ്തപ്പോൾ പറഞ്ഞ് നമ്മളത് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ഓരോ കുന്തൻ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നു. ഇതേ ഇങ്ങനെ ഒരു ലീഫ് V ഷേപ്പിൽ, അത്രയേ ഉള്ളൂ. വളരെ വെച്ചാൽ അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഉണ്ടോ? രണ്ടും ഓരോന്ന് ഓപ്പോസിറ്റ് കൊടുത്ത് ചെയ്യുക. ഇനി ഇപ്പം ഞാൻ ചെയ്തത് കുറച്ച് ഞാൻ കൊടുത്തതിൽ നിന്ന് നിങ്ങൾക്ക് ഹാങ്ങിൻ്റെ അതിൻ്റെ ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ചിലർക്ക് കുറച്ചുകൂടെ ലെങ്ത് ഇഷ്ടമാണ്, കമ്മലിൻ്റെ ലെങ്ത് ഈ നമ്മുടെ ഹാങ്ങിങ് ഒത്തിരി ഇഷ്ടമെന്നുള്ളവർ അതിൻ്റെ ലെങ്ത് കൂട്ടിയെടുക്കുക. ഇപ്പോൾ എന്താ പറയുക, 4 ആണെങ്കിൽ 5 എടുക്കാം, 6 എടുക്കാം, എന്താ പറയുക, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് വേണ്ട ലാസ്റ്റ് ഞാനതിന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതിന് താഴോട്ടൊന്ന് ഒരു കുന്തൻ വെച്ച് നിർത്തി. ഇനി ഇതിൻ്റെ 2 സ്റ്റെപ്പ് കൂടുതൽ 2 കൂടെ വെച്ച് നിങ്ങൾക്ക് ചെയ്ത് കുറച്ചുകൂടെ ലെങ്ത് ആക്കി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ സ്റ്റോണാണ് കൊടുത്തത് കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളതെല്ലാം ഒന്ന് ഗ്യാപ്പൊക്കെ ഇല്ലാതെ ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് എടുക്കുക. എന്നിട്ട് സെൻറ്ററിലേക്ക് സ്റ്റോൺസ് കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 ജോയിൻ ചെയ്ത് വരുന്ന ക്ലബ് ചെയ്യുന്ന പോർഷനില്ലേ, അവിടെ ഒന്ന് ഇതുപോലെ സ്റ്റോൺസ് വെച്ച് കൊടുത്തു. വളരെ 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 സിമ്പിളാണ്. നമുക്ക് വളരെ എക്സ്പെൻസോ ഒന്നുമില്ല. അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇയറിംഗ് ആണ് കേട്ടോ. ഇനി ഇതിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് കുറച്ച് മെനക്കെട്ട് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് എന്താ പറയുക, ഇതുപോലെ കിട്ടും. കട്ട് ചെയ്ത് എടുക്കുക. ഈ കട്ട് ചെയ്ത് മാത്രമാണ് കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. പുറത്തേക്ക് നിൽക്കുന്നത് ലൈറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ഒരുക്കി കൊടുത്താലും മതി. എന്നിട്ട് ഇതിൻ്റെ പുറകിലേക്ക് നമുക്ക് എന്താ പറയുക, ഇനി അറ്റാച്ച് ചെയ്യണം. ഇത് സ്റ്റഡ് അറ്റാച്ച് ചെയ്യുന്നത്, ബാക്ക് സ്റ്റഡ് കൊടുത്തു. അതിനുശേഷം ഇത് നമ്മുടെ ഐപ്പിന്നാണ് കേട്ടോ. ഇത് ഐപ്പിന് കണ്ടോ, ഇതിന് പറയുന്നത് ഐപ്പിന്നാണ്. ഐപ്പിന് ഫുൾ ലെങ്ത് വേണ്ട, കുറച്ച് ലെങ്ത് മതി. അതൊന്ന് ആവശ്യത്തിന് ലെങ്തിനനുസരിച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് നമ്മൾ പ്രസ്സറില്ലേ, ഇത് വെച്ചിട്ട് ഒന്ന് മേളിലോട്ടങ്ങ് വലിച്ചാൽ മതി. മേളിലോട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഓപ്പണായി വരും. എന്നിട്ട് അടുത്ത ഐപ്പിനുകൊണ്ട് ഞാൻ ഇതിനങ്ങ് ജോയിൻ ചെയ്തു. എന്നിട്ട് തിരിച്ചതിനൊന്ന് ലോക്ക് ചെയ്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇതെന്ത് ചെയ്യുക, നമ്മുടെ ഹാങ്ങിങ്സിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ മേൽ പോർഷനിലുള്ളത് കുറച്ചുകൂടെ കട്ട് ചെയ്തു, കാരണം തീരെ ലെങ്ത് കൂടിയിരിക്കുമ്പോൾ അതിന് നമുക്ക് ബാക്ക് സ്റ്റഡും കൂടെ കൊടുക്കണം. അപ്പോൾ എന്താ പറയുക, രണ്ടും കൂടെ അവിടെ നിൽക്കില്ല, അതുകൊണ്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് ഞാൻ അറ്റാച്ച് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇവിടെ രണ്ടും കൂടെ നിൽക്കില്ല ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ മേളത്തെ എന്താ പറയുക, കുറച്ച് ലെങ്ത് ഒന്ന് കുറച്ച് കൊടുക്കണം. എന്നിട്ട് എന്താ പറയുക, ആ നമ്മുടെ വാക്സ് സ്ട്രിപ്പിൻ്റെ ഒരു ചെറിയ റൗണ്ട് പീസ് കട്ട് ചെയ്ത് അവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒത്തിരി പ്രസ് ചെയ്തൊന്നും വലിക്കരുത്, കാരണം നമ്മൾ പേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. കുറച്ച് സമയം എടുക്കും, ഒന്ന് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് 2-3 മിനിറ്റ്സ് എടുക്കും. ഇനി അടുത്ത് ബാക്കി ഹാങ്ങിങ്സ്. അല്ലെങ്കിൽ ഓരോന്നും നമ്മുടെ ഐപ്പിന്നില്ലേ, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്താലും മതി ഡ്രൈ ആയതിനു ശേഷം. ഞാൻ എളുപ്പത്തിന് ഒറ്റയടിക്കാൻ കൊടുത്തതേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിൽ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് വെച്ചു. എന്നിട്ടൊരു ചെറിയൊരു പീസ് നമ്മുടെ വാക്സ് സ്ട്രിപ്പ് കൊടുത്ത് അറ്റാച്ച് ചെയ്തു.
നമ്മുടെ ഇയറിങ് റെഡിയായി. ഇത്രയ്ക്ക് സിമ്പിളാണ്, ഇത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കി കണ്ടപ്പോൾ ഇത് പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും